പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിലും യുദ്ധത്തിലും ഇന്ത്യ സ്വീകരിച്ചത് ആദ്യം മുതലേ സ്വീകരിച്ചേക്കുന്ന നിലപാടുകളെന്ന് പറയുന്നത് വളരെ ഉറച്ച നിലപാടുകളായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ രാജ്യം, നമ്മുടെ പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്തു, ഇതിൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ടോ, പഹൽഗാം സംഭവത്തിൻ്റെ പുറകിലുള്ളവന്മാരെ, ഭീകരരെ എവിടെ പോയ വെച്ചാലും അവരെ പിന്തുടർന്ന് പിടികൂടും, അവരെ നശിപ്പിക്കും എന്നുള്ളത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞതാണ്, പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഒരു ഉറച്ച പ്രഖ്യാപനമായിരുന്നു. ഉറച്ച നിലപാടെന്ന് പറയുന്നത് ഭീകരതയ്ക്കെതിരെ നമ്മൾ നിലപാടെടുക്കും എന്നുള്ളതാണ്. അല്ലാതെ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമെന്നല്ല ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞത്. ഭീകരതയെ അവസാനിപ്പിക്കാൻ, ഭീകരരെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അതേ തന്നെ ഇന്ത്യ ചെയ്യുകയും ചെയ്തു. ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. ആക്രമിച്ച ഒരൊറ്റ അടിക്ക് തന്നെ അത് മുഴുവൻ റെഡിയാക്കി, അത് ചാമ്പലാക്കി ഭസ്മമാക്കി മാറ്റി. അവിടെ ഒരുപാട് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് അതിൽ. അപ്പോൾ അത് പാകിസ്ഥാൻ റിട്ടാലിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ അവർക്ക് ഇതിന് പകരം ചെയ്യാൻ ഇവിടെ ഭീകര കേന്ദ്രങ്ങളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നടപടി, ആ ഉറച്ച നിലപാടുകൾ ഇന്ത്യ എടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോഴും നമ്മുടെ രാജ്യം എടുക്കുന്നത് ഉറച്ച നിലപാടുകളാണ് ഈ കാര്യത്തിൽ. കാരണം അങ്ങോട്ട്, അതായത് ഇനി അവരെ എപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും തിരിച്ചടിക്കും, അടിക്ക് തിരിച്ചടി എന്നുള്ളതല്ലാതെ അടി അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചടി വാങ്ങുന്ന ഒരു ശീലം അല്ല നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് വളരെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വളരെയധികം ഒരു ഖ്യാതി നേടാനുള്ള ഒരവസരമായിട്ട് ഇത് മാറി. ഇനി അപ്പോൾ അത് മാത്രമല്ല, സിന്ധു നദീജല കരാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അത് ഉറച്ച നിലപാടാണ്. മാത്രമല്ല ഇനിയുള്ള കാര്യം അത് ഇന്ന് പിന്മാറുന്ന പ്രശ്നമില്ല, അത് തീരുമാനത്തിൽ നിന്ന് പിന്മാറത്തില്ല, അത് മരവിപ്പിച്ചതാണ്, ഞങ്ങളതിൽ നിന്ന് ആ കരാറിൽ നിന്ന് തന്നെ പിന്മാറും എന്നുള്ളത് പറഞ്ഞു. കാരണം അത് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ അത് കൂടാതെ, കാരണം പാകിസ്ഥാൻ അതിൻ്റെ അവകാശം ഇല്ലാതാക്കി അവരുടെ പ്രവൃത്തി മൂലം, അതാണ് സംഭവിച്ചേക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് വളരെ ഒരു അർത്ഥവത്തായ കാര്യമാണ്. നമ്മുടെ വീട്ടിൽ കയറി അടിച്ചാൽ ആ അടിച്ചവൻ്റെ വീട്ടിൽ കയറി അടിക്കും, അതാണ് സംഭവം. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടാണ്, നമ്മുടെ രാജ്യം നമ്മുടെ വീടാണ്. അവിടെ ഒരുത്തൻ കയറി അടിച്ചാൽ അത് തിരിച്ചടിച്ചിരിക്കും. ആ രാവണൻ അവനെ കയറി അവൻ്റെ വീട്ടിൽ കയറി അടിക്കും, അതാണ് നടന്നേക്കുന്നത്. ഇനി ഇപ്പോൾ ഇതിനകത്ത് പാകിസ്ഥാൻ അന്നേരം ഒരു ചില ഇല്ലാത്ത വാദങ്ങളും ഒക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവിടെ അവരുടെ ഈ ആണവായുധ ശേഖരത്തിൻ്റെ അടുത്തുള്ള ആക്രമണം, അവിടെ ഇന്ത്യ ആക്രമിച്ചിട്ട് ആണവായുധം അതിൻ്റെ ആണവ ചോർച്ച ഉണ്ടായി എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രഖ്യാപനം അവർ നടത്തി. അതിനവർ പറഞ്ഞത് കിരാന കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ കിരാന കുന്നിലാണ് അവരുടെ ആണവായുധ കേന്ദ്രമുള്ളത്, അത് ആണവായുധങ്ങൾ സൂക്ഷിച്ചേക്കുന്നത്, അവിടെ ആക്രമിച്ചെന്നുള്ളതാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ സൈനിക മേധാവി അതിന് പറഞ്ഞത് മറുപടി, അത് ശരി, അതെന്തായാലും ആ സ്ഥലം പറഞ്ഞു തന്നത് നന്നായി, ആ സ്ഥലം നിങ്ങൾ വെളിവാക്കി തന്നത് നന്നായി, ഞങ്ങൾക്കറിയില്ലായിരുന്നു ഏതായാലും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ, ഇനി അടി വന്നാൽ അങ്ങോട്ടടിക്കും, അടിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യമുള്ളത്, ആണവ ചോർച്ച ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹം കയറി ഇടപെടും, വലിയ കാര്യമാണ്, മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറയപ്പെടും, ഈ രീതിയിലൊക്കെ വരും. ഈ ആണവായുധം ഉണ്ടാക്കി സൂക്ഷിക്കാൻ നമ്മളാരും പറഞ്ഞില്ലല്ലോ അവരോട്, നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ ചെയ്തത്. ആണവായുധ ശേഖരം ഉണ്ടാക്കി വെക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. നമ്മുടെ വീട്ടിൽ സ്വർണം വാങ്ങിച്ചു വെച്ചാൽ മോഷ്ടാക്കൾ കൊണ്ടുപോകും, അതിനുള്ള മാർഗം നമുക്ക് അടച്ചുറപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർണം വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഈ ആണവായുധ ശേഖരം ഉണ്ടാക്കിയത് സൂക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ ഇവനൊക്കെ ഉണ്ടാക്കാൻ ആര് പറഞ്ഞത്? എന്നിട്ട് പറയാ അവിടെ ഇനി ഉണ്ടാവും, അതിന് ആണവ ചോർച്ച ഉണ്ടായാൽ അവർ വിളിച്ചു വരുത്തുന്ന കാര്യം തന്നെയാണ്. കിരാന കുന്നെന്ന് പറയുന്നിടത്താണ്, അത് പഞ്ചാബ് പ്രവിശ്യയിലാണ്. പഞ്ചാബ് പ്രവിശ്യയിൽ നമ്മൾ അറ്റാക്ക് ചെയ്തല്ലോ. പഞ്ചാബിലെ സർഗോദ ജില്ലയിലാണ് യഥാർത്ഥത്തിൽ ഈ കിരാന കുന്നെന്ന് പറയുന്ന സ്ഥലം. ഈ കിരാന കുന്ന് ഒരു മലകളാണ്. ആ മലകളെന്ന് പറഞ്ഞാൽ പാറകൾ കൊണ്ടുള്ള മലകളാണ്. അതായത് കറുത്ത പാറകൾ, അത് ബ്ലാക്ക് റോക്സ് എന്നറിയപ്പെടുന്ന സ്ഥലം. അങ്ങനെ അറിയുന്നെങ്കിലും അത് തവിട്ട് നിറമുള്ള പാറകളാണ് ഉള്ളത്. അവിടെ അത് യഥാർത്ഥത്തിൽ അതിനകത്ത് 10 ടണലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ.
ഉണ്ടാക്കിയിട്ട് ആ ഓരോ ടണലിലൊക്കെയാണ് ആദ്യം 1983 മുതൽ 1990 വരെ അവർ ആണവ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി ഇത് പരിശോധിച്ചു, ആണവ ശക്തി പരിശോധിച്ചത് അങ്ങനെയാണ് കേട്ടോ. അതിൽ നിന്ന് ഏതാണ്ട് ഒരു 75 കിലോമീറ്റർ അകലാണ് ഇത്. ഏതാണ്ട് എയർപോർട്ടിൽ നിന്നൊരു 25 കിലോമീറ്റർ അകലത്തിൽ മാത്രമാണ് ഈ കിരാനാക്കുന്നുള്ളത്. എന്നാൽ അതിൽ അവിടുന്ന് 75 കിലോമീറ്ററിൽ മാറിയാണ് കുശക് ആണവ നിലയം ഉള്ള സ്ഥലം, അതായത് ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇവർ പറഞ്ഞു വേറൊരു കാര്യം, ആദംപൂരിലെ നമ്മുടെ വ്യോമത്താവളങ്ങൾ കയറി ആക്രമിച്ച് നശിപ്പിച്ചെന്നാണ്. പക്ഷേ അത് പ്രധാനമന്ത്രി ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തു അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ഞാനിന്ന് പറയാൻ വന്ന കാര്യം, നമ്മുടെ പ്രതിരോധ കയറ്റുമതിയിലുണ്ടായ വളരെയധികം കുത്തനെയുള്ള കയറ്റമാണ്. പ്രതിരോധ കയറ്റുമതി 2024-25 നമ്മുടെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് 23,622 കോടി രൂപയുടേതാണ്. 23,622 കോടി രൂപ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ കയറ്റുമതി. ഇനി സ്വകാര്യ മേഖലയിൽ നിന്ന് നമ്മുടെ രാജ്യത്തു നിന്നുള്ള കയറ്റുമതി ഈ അതായത് പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് 15,233 കോടി രൂപയുടേതാണ് 2024-25. അപ്പോൾ സ്വകാര്യ മേഖലയിൽ നിന്ന് 15,233 കോടി രൂപ കൂടുതൽ. ഇത് കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നായിട്ടുള്ള പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് അതായത് 2024-25 8,389 കോടി രൂപയാണ്. അത് വന്നു. അതിനകത്ത് ഈ നമ്മുടെ ഇന്ന് ആയുധങ്ങൾ വാങ്ങുന്ന ആരൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതായത് അമേരിക്ക, അതുപോലെ ഫ്രാൻസ്, അർമേനിയ, ഇവരിത്രയും പേരാണ് ഇന്ത്യയുടെ ബൾക്ക് പർച്ചേസ് ഇന്ത്യയിൽ നിന്ന് നടത്തിയിട്ടുള്ള ആളുകൾ പ്രതിരോധ കയറ്റുമതിയിൽ. ഇനി നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷൻ ഇതിനെന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. നേരത്തെ ഉണ്ടായിരുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് 2.53 ലക്ഷം കോടി രൂപയായിരുന്നു പ്രതിരോധത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ നേരത്തെ ഉണ്ടായിരുന്നത്. അത് 2025-26 ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അത് 6.81 ലക്ഷം കോടി രൂപയായിട്ട് ഗവൺമെൻറ് ഉയർത്തിയിട്ടുണ്ട്. അത് വളരെ ഒരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് ഏറ്റവും നല്ലൊരു ബിസിനസ്സും കൂടാണ് ഇത്. കാരണം മറ്റ് രാജ്യങ്ങൾക്ക് വേണം. ഇനി നമ്മൾ ഈ മിസൈൽ ഉണ്ടല്ലോ ബ്രഹ്മോസിൻ്റെ വെർഷൻ, അതായത് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസിൻ്റെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് ചില ആളുകൾ പറഞ്ഞ് ഇസ്രായേലിൻ്റെ സഹായം. അങ്ങനെയല്ല, അത് റഷ്യൻ കോർപ്പറേഷനിലാണ് നമ്മുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈല്, ബ്രഹ്മോസിൻ്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈല് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ നമ്മുടെതാണ്, റഷ്യൻ കോർപ്പറേഷൻ അതിലുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതുകൂടാതെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് ഇതിലാണ്. അതായത് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാർക്കറ്റാണ് ഇപ്പോൾ. അത് കുത്തനെ കൂടി ഈ യുദ്ധം, ഇത് നമ്മുടെ ഈ ആക്രമണം കഴിഞ്ഞതോടുകൂടി. അതുപോലെ തന്നെ നമുക്ക് ആകാശ് സർഫേസ് ടു എയർ മിസൈൽ, ഈ രണ്ടെണ്ണത്തിനും ആണ് നമുക്ക് ഒരുപാട് ഇപ്പോൾ കയറ്റുമതി ഉള്ളത്. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഇതിനുള്ള ഒരു അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഈ അറ്റാക്ക് കഴിഞ്ഞല്ലോ, പാകിസ്ഥാനെ നമ്മൾ ഈ തകർത്തപ്പോൾ എൻ്റെ പാകിസ്ഥാനിലെ കേന്ദ്രങ്ങൾ നമ്മൾ പല കേന്ദ്രങ്ങൾ തകർത്തല്ലോ ബ്രഹ്മോസ് ഉപയോഗിച്ച്. തകർത്ത് കഴിഞ്ഞപ്പോൾ ഈ അറ്റാക്കിന് ശേഷം ഇപ്പോൾ എന്താണെന്നറിയോ, ഇതിൻ്റെ ബ്രഹ്മോസിൻ്റെ ആവശ്യക്കാരങ്ങ് വളരെ ഏറി അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് പല രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മോസ്. പക്ഷെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം നമ്മുടെ പ്രതിരോധ കയറ്റുമതിയിലൂടെ നമുക്ക് വരുമാനമൊക്കെ വരട്ടെ. പക്ഷേ എൻ്റെ ഒരു ഭയം എന്നുള്ള ഉദയേ ഉള്ളൂ, ഇതൊരു കാരണവശാലും ഇത് പാകിസ്ഥാൻ്റെ കയ്യിലെത്തരുത്, മറ്റ് കൈകളിലൂടെ മറിഞ്ഞ്. അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ അത് ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത് കൊടുക്കാവൂ എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പും ഉണ്ട്, ശരിയാണ്. പക്ഷേ ഞാനൊരു അപ്രിഹെൻഷൻ പറഞ്ഞതാണ്. കാരണം ഇത് അവൻ്റെ കയ്യിൽ ചെല്ലരുത്, ഇതൊരു കാരണവശാലും. അതാണ് അതിനകത്ത് വേണ്ട ഒരു കാര്യം. ഇത് അപ്പോൾ ഇത്രയും വന്നപ്പോൾ ഈ ആകാശ് സർഫേസ് ടു എയർ മിസൈല് അതിപ്പോൾ നമ്മൾ ഒരുപാട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലും കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് ഇനി പുതിയ വെർഷൻ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ലക്നൌവിൽ അതിന് ഫാക്ടറിക്ക് തറക്കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞത്. അതിനകത്താണെന്നുണ്ടെങ്കിൽ
250 മിസൈല് നമ്മൾ ബ്രഹ്മോസിൻ്റെ ഏറ്റവും വലിയ വെർഷൻ, അത് ഹൈപ്പർസോണിക്കാണ്. ഹൈപ്പർസോണിക് വെർഷൻ അതിൻ്റെ വിലയെന്ന് പറയുന്നത് അത്ര വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ മിസൈലെന്ന് കേൾക്കുമ്പോൾ ഇതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. മിസൈൽ നമ്മൾ അടിച്ചു വിടും, അവിടെ ഒക്കെ തകർക്കും, പക്ഷേ നമുക്കതിന് വലിയ സാമ്പത്തികമായിട്ടുള്ള ഉണ്ടാവും. അതായത് 250 മിസൈലാണ് ആദ്യം ആ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ആ 250 മിസൈലിന് വേണ്ടതെന്ന് പറഞ്ഞത് 20,000 കോടി രൂപയാണ് അതിന് ചിലവ്. 20,000 crores അത് വരും. അപ്പോൾ അത് നമുക്ക് വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ ഉള്ള അതിൻ്റെ സ്പീഡിനെ കുറിച്ച് ലൈറ്റ്നിങ് സ്പീഡാണ് അതിന്, ആ രീതിയിലാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയെന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 343 മീറ്ററാണ് അതിൻ്റെ സ്പീഡ്. പക്ഷേ ഒരു സെക്കൻഡിൽ അപ്പോൾ ഇത് നമ്മൾ വരാൻ പോകുന്നത് ഹൈപ്പർസോണിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. നമുക്കിപ്പോൾ ചിന്തിക്കാനൊക്കാത്ത സ്പീഡാണ്. അതേപോലെ തന്നെ ഈ ഇപ്പോഴത്തെ സൂപ്പർ സോണിക് ബ്രഹ്മോസിൻ്റെ തന്നെ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിൻ്റെ വേഗത എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ 3.5 മടങ്ങാണ് സ്പീഡ്. 3.5 ഇരട്ടി, 3.5 മടങ്ങ് ഇരട്ടി ആണ് അതിൻ്റെ സ്പീഡ്. അപ്പോൾ ഇതിനെ ഒന്നും തടയാൻ ആർക്കും പറ്റുന്നില്ല. അതിൻ്റെ കാരണം റഡാറിൻ്റെ കണ്ണിൽ പെടത്തില്ല ഈ സാധനങ്ങൾ, അതാണ് കാര്യം. റഡാറിനെ ഒളിച്ചാണ് ഇത് പോകുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു സുഹൃത്ത് എനിക്ക് എഴുതി അയച്ച് കമൻ്റായിട്ട് അയച്ചു, ബ്രഹ്മോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സാറ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാൻ മറന്നുപോയി എന്ന്. ഞാനത് മറന്നുപോയതല്ല, അത്രത്തോളം പർട്ടിക്കുലേഴ്സിൽ ഞാൻ പോയില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് സ്വയം നിയന്ത്രിത മിസൈൽ സംവിധാനമാണെന്ന് പറഞ്ഞു. ശരിയാണ്. ഇതിനകത്ത് അദ്ദേഹം എഴുതിയ ഡേറ്റ ഫീഡ് ചെയ്താൽ, ഡേറ്റ അല്ല, അതിനകത്ത് പ്രോഗ്രാം ചെയ്യും. കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിനാരെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു സേവകൻ, ഏറ്റവും വലിയ ഒരു സൈനികൻ നമ്മുടെ ചെയ്യുന്നത് പോലാണ് അത്. കാരണം ഒരാൾ ഇതാണുള്ളത്, അയാളെ പോയി കൊന്നിട്ട് പോവാ എന്ന് പറഞ്ഞാൽ അവനെ തന്നെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ആ സ്ഥലം പോയി നശിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തോട്ട് ഇതങ്ങ് പോവും. അപ്പം നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഇടയിൽ തടസ്സങ്ങൾ വല്ലതും വന്നാലോ എന്ന്. ഈ തടസ്സങ്ങൾ വന്നാലൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് മാറിപ്പോവും. ഇപ്പോൾ പോകുന്ന വഴിക്കൊരു മലയുണ്ട്, ഒരു കുന്നുണ്ട്, അത് അതിലേക്കും തട്ടത്തില്ല. അതിൻ്റെ പാത മാറ്റിയിട്ട് അത് പോവും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് എവിടെ പ്രോഗ്രാം ചെയ്ത് എവിടെ ചെല്ലണമെന്ന് പറഞ്ഞോ അവിടെ ചെല്ലും. അതാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ. അത്രത്തോളം വലിയ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പ്രിസിഷൻ അറ്റാക്ക് എന്ന് നമ്മൾ പറഞ്ഞ പ്രിസിഷനാണ്. കാരണം ഇതിന് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തേ അത് പോവുള്ളൂ, അല്ലാതെ വേറെ കേന്ദ്രത്തിലോട്ട് അത് പോയി മാറത്തില്ല. പിന്നെ റഡാറുകളെ എല്ലാം മറയ്ക്കാനുള്ള കഴിവാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഈ നമ്മുടെ സൂപ്പർസോണിക് ബ്രഹ്മോസിൻ്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണെന്നുണ്ടെങ്കിൽ വലിയ ഉയരത്തിലല്ല പറക്കുന്നത്, താഴ്ന്ന് പറക്കുന്നതുകൊണ്ട് ഒരൊറ്റ റഡാറിനും പിടിക്കത്തുമില്ല, ഒരൊറ്റ സംവിധാനത്തിലും പിടിക്കത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടി നിർമ്മിച്ചേക്കുന്ന സാധനമാണ്. പക്ഷേ ഇതിന് ഇത്രയും മാർക്കറ്റ് ഇപ്പോൾ ഉണ്ടായി. ഈ മാർക്കറ്റ് ഉണ്ടാകുന്ന തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ കഴിവ് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചേക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ആയിരിക്കട്ടെ, അങ്ങനെ ആയിരിക്കണം.